ുള്ള അധികാര സംഘത്തിലും താൻ പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയേ ഇല്ല എന്നാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നടൻ മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങളും ഒരുമിച്ച് ചോദിച്ചപ്പോൾ ദയവ് ചെയ്ത് മലയാള സിനിമയെ നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന രീതിയിലേക്ക് ആരും പോകരുത്. മലയാള സിനിമയും മാധ്യമപ്രവർത്തനവും ഒരുമിച്ച് നിന്നുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അടക്കമുള്ളവയിലൂടെ ഒരു ശുദ്ധീകരണ പ്രക്രിയയിലേക്ക് മലയാള സിനിമയെ നമ്മൾക്ക് കൊണ്ടുപോകാം എന്നാണ് മോഹൻലാൽ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. പൊതുസമൂഹത്തിൻ്റെ പേരിൽ അമ്മയ്ക്കെതിരെ വരുന്ന എല്ലാ ആരോപണങ്ങളും പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്ന് മാധ്യമപ്രവർത്തകർ പറയുന്നത് ഉചിതമല്ല. പൊതുസമൂഹം എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം പൊതുസമൂഹം പറഞ്ഞു എന്ന് പറയാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെയാണ് കഴിയുക എന്നുള്ള ചോദ്യം മോഹൻലാൽ ചോദിച്ചിരിക്കുന്നു. എന്തായാലും നമ്മുടെ ചലച്ചിത്ര മേഖലയെ വലിയ ഒരു പ്രതിസന്ധിയിൽ നിന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും അതിനുശേഷമുള്ള ആരോപണങ്ങളിലൂടെയും ഒക്കെ വലിയൊരു പ്രതിസന്ധി, ആ പ്രതിസന്ധി എന്ന് പറയുന്നത് വയനാട് ദുരന്തം ഉണ്ടായതിന് സമാനമായൊരു പ്രതിസന്ധി ഒരു പക്ഷേ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നു. വയനാട് ദുരന്തത്തെ നമ്മൾ എങ്ങനെ അതിജീവിച്ചുവോ അതേപോലെ ഈ പ്രതിസന്ധിയിൽ നിന്ന് അതിജീവിച്ച് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണമെന്നാണ് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. താൻ പ്രസിഡന്റായി അമ്മയുടെ സ്ഥാനത്തേക്ക് വരണം എന്നുള്ള ആവശ്യം വന്നപ്പോൾ തന്നെ തനിക്ക് അതിനോട് വൈമുഖ്യമുണ്ടായിരുന്നു എന്ന് മോഹൻലാൽ സൂചിപ്പിച്ചു. ആ വൈമുഖ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം മോഹൻലാൽ ആരംഭിച്ചത്. മലയാള സിനിമ മൊത്തം വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധിയെ പെരുപ്പിച്ച് കാണിക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ദയവ് ചെയ്ത് ഇടപെടൽ ഉണ്ടാവരുത് എന്നാണ് ആവർത്തിച്ച് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കും ദയവ് ചെയ്ത് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഞാനല്ലല്ലോ പറയേണ്ടത്. കോടതിയുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, പോലീസുണ്ട്, ആരോപണ വിധേയരായവർക്കെതിരെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ പ്രക്രിയ അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുന്നതുവരെ മാധ്യമപ്രവർത്തകരെ പോലെ താനും കാത്തിരിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. എല്ലാറ്റിനും അമ്മയെ കുറ്റപ്പെടുത്തുന്ന ഒരു സമീപനം ശരിയല്ല. ഏത് കാര്യത്തിലും മലയാള സിനിമയിൽ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക പീഡന ആരോപണങ്ങൾ അടക്കമുള്ളവ അതിൻ്റെ എല്ലാം ആകത്തുകയായിട്ട് അമ്മ എന്ന ഒറ്റ സംഘടനയിലേക്ക് മാത്രം നിങ്ങളുടെ ചോദ്യങ്ങൾ തിരിച്ചു വിടുന്നത് ശരിയല്ല. എല്ലാവരും അമ്മയെ എന്തിന് കുറ്റപ്പെടുത്തുന്നു എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത വിഷ്ണു കരുണാകരൻ ഇപ്പോൾ ചേരുന്നു. വിഷ്ണു കരുണാകരൻ ഏറ്റവും അവസാനം ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് മോഹൻലാൽ ഇറങ്ങിയപ്പോഴും ആ ഇറങ്ങി നടക്കുന്നതിനിടയിലും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിനും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പോയിരിക്കുന്നു. എന്താണ് പ്രധാനമായും മോഹൻലാൽ സൂചിപ്പിച്ച കാര്യങ്ങൾ? വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് അറിയിച്ചിരുന്നപ്പോൾ മുതൽ തന്നെ അദ്ദേഹം തയ്യാറായിരുന്നു. ഏതൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യം ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങൾ തയ്യാറാക്കിയാണ് വന്നിരുന്നത്. വ്യക്തിപരമായ കാരണത്താൽ കൊണ്ടാണ് താൻ അമ്മയിൽ നിന്നും മാറി നിന്നതെന്ന് അദ്ദേഹം ആദ്യം തന്നെ അറിയിച്ചു. സ്വയം അദ്ദേഹം ആദ്യം കുറച്ചു നേരം സംസാരിച്ചപ്പോൾ തന്നെ ചോദ്യങ്ങൾക്ക് വേണ്ട മറുപടികൾ അദ്ദേഹം തയ്യാറാക്കിയതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് ഒന്നിൽ നിന്നും ഒളിച്ചോടിയതല്ല, തനിക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, ഭാര്യയുടെ ചികിത്സാ കാര്യങ്ങൾ, അത്തരത്തിലും പല കാര്യങ്ങൾ അദ്ദേഹം വിഷ്ണു കരുണാകരൻ ഒരു നിമിഷം ഇപ്പോൾ നമ്മൾ തമ്മിലുള്ള ഈ സംഭാഷണം നമ്മളെയല്ല കാണിക്കേണ്ടത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടതോ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടതോ ഉള്ള ഏതെങ്കിലും ദൃശ്യങ്ങൾ ഇത് കാണിച്ചുകൊണ്ട് ഈ സംഭാഷണം തുടരാം. അത് പറഞ്ഞോളൂ വിഷ്ണു. തീർച്ചയായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് നടൻ മോഹൻലാൽ അറിയിച്ചിരിക്കുന്നത്. 2 തവണ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അദ്ദേഹം ചോദ്യത്തിന് മറുപടി നൽകിയെന്നും വ്യക്തമാക്കുന്നുണ്ട്. അമ്മ സംഘടന ട്രേഡ് യൂണിയൻ പോലെയുള്ള ഒരു സംഘടന അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറ്റു ഭാഷയിൽ ഏറ്റവും അധികം പേരുള്ള പ്രചാരമുള്ള ഒരു സംഘടന തന്നെയാണ് അമ്മ സംഘടന. താൻ സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് തന്നെ ഉത്തരം പറയേണ്ടത് മലയാള സിനിമ ഒന്നടങ്കമാണ്. ഇപ്പോഴത്തുള്ള പ്രശ്നം അത് താൽക്കാലികമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും അമ്മയുടെ പ്രവർത്തനങ്ങളൊന്നും ഇപ്പോൾ നിലയ്ക്കുന്നില്ല. പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുണ്ട്. അത് തുടർന്നു പോകുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഒരു ഇൻഡസ്ട്രി തകരാൻ പോകുന്നു എന്നുള്ള സാഹചര്യമാണ്, തകർക്കാൻ ശ്രമിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി തകരാനുള്ള ഇടവരുത്തരുത്, എല്ലാവരും സഹകരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. 10,000-കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്ന മേഖല നിശ്ചലമായി പോകരുതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. വലിയ വിഷമമുണ്ടെന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇതിൽ അദ്ദേഹം വലിയ വിഷമം അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് അദ്ദേഹം എടുത്ത നിലപാട്. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നും വ്യക്തമാക്കുന്നുണ്ട്.
അതോടൊപ്പം കോടതിയിൽ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് താൻ പറയുന്നില്ല. എന്താണ്, ആണോ അല്ലെങ്കിൽ അല്ല എന്നുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനായി പോലീസ്, സർക്കാരും കോടതിയും എല്ലാം ഉണ്ട്. അവർ തന്നെ നിലപാടുകൾ എടുത്തോട്ടെ, നടപടികൾ സ്വീകരിച്ചോട്ടെ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ WCC അമ്മ എന്നുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിൽ WCCയെ അമ്മ എന്നുള്ള വിഷയങ്ങൾ ഉൾപ്പെടുത്തരുത്, അതോടൊപ്പം ഇപ്പോൾ സിനിമാ മേഖല എന്നുള്ള കാര്യമാണ് വേണ്ടതെന്നും നടൻ മോഹൻലാൽ വ്യക്തമാക്കുന്നുണ്ട്. കോടതിയിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി പറയാനൊന്നുമില്ല. കുറ്റം ചെയ്തവരെ മാറ്റി നിർത്തിയിട്ട് മുന്നോട്ട് പോകേണ്ടേ എന്നുള്ള ചോദ്യം മാധ്യമങ്ങളിൽ നിന്ന് ഉയർന്നിരുന്നു. സംഭവിച്ചു പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇനി പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കാനാണ് നോക്കേണ്ടത്. മാത്രമല്ല, എല്ലാവരെയും ഒഴിവാക്കാൻ പറ്റില്ല. കാര്യം ഇനിയിപ്പോൾ കുറച്ച് സമയം കൊണ്ട് തന്നെ ഓരോ വിഷയങ്ങളും തെളിഞ്ഞു വരട്ടെ, ആരോപണങ്ങളെല്ലാം മാറി വരട്ടെ, അപ്പോൾ തീരുമാനിക്കാമെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. തന്നേക്കാൾ കഴിവുള്ളവർ അല്ലെങ്കിൽ തങ്ങളെക്കാൾ കഴിവുള്ള ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അവരെ മുൻനിർത്തി തന്നെ അമ്മ പ്രവർത്തിക്കട്ടെ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ, കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മാധ്യമങ്ങൾ പല ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം ചോദ്യങ്ങൾ ഉയർന്ന ഘട്ടത്തിലേക്കാണ് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അവിടെ നിന്ന് വിട്ടിറങ്ങിയത്. ഈ ഒരു സാഹചര്യത്തിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നടക്കമുള്ള ചോദ്യവും ഉയർന്നു വന്നിരുന്നു. അതിൽ തനിക്ക് ആദ്യമായാണ് താൻ അങ്ങനെ ഒരു പേര് കേൾക്കുന്നതെന്നും റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം വ്യക്തമായി ഇതിനുള്ളൊരു കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് നടൻ മോഹൻലാൽ വ്യക്തമാക്കുന്നത്. മനേഷ്, വിഷ്ണു, മോഹൻലാലിൻ്റെ സംഭാഷണത്തിൽ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം എന്ന് നമ്മൾ പറയുമ്പോഴും എനിക്കിതേക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു, അവസാനമായിട്ട് കോടതിയിലേക്ക് എത്തും. അത് അതിൻ്റേതായ രീതിക്ക് പോകട്ടെ. അതിലുപരിയായിട്ട് എന്താണ് എനിക്ക് മാത്രമായിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മാത്രമായിട്ട് പറയാനുള്ളത്? എല്ലാവരും എന്തുകൊണ്ടാണ് അമ്മയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്നുള്ള നിലയ്ക്കുള്ള ചോദ്യങ്ങൾ ആണ് വരുന്നത്. അതിന് തിരിച്ചുള്ള കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയാത്ത രീതിയിൽ മാധ്യമപ്രവർത്തകർ കൂട്ടത്തോടെ പലതരം ചോദ്യങ്ങൾ പലതരം നാവുകളിൽ നിന്ന് ഒരേ സമയത്ത് വന്നതുകൊണ്ട് അത് ഒരു മറയാക്കിക്കൊണ്ട് മോഹൻലാൽ നിങ്ങൾ ഒരുമിച്ച് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവില്ല എന്ന് പറയുകയുണ്ടായി. എന്തായാലും ഈ അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിടാനുള്ള കാരണം ആയിട്ട് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത് എല്ലാവരോടും സംസാരിച്ചു, തലമൂത്തവരുമായിട്ട് സംസാരിച്ചു, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം അമ്മ സംഘടനയെ മഹത്വവൽക്കരിച്ചുകൊണ്ട് കൈനീട്ടമടക്കമുള്ള കാര്യങ്ങൾ നൽകുന്ന സംഘടനയാണ് എന്നൊക്കെ പലരും സംസാരിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് മോഹൻലാൽ ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. ഇൻഷുറൻസ് നൽകുന്നു, ഓണത്തിന് സഹായം നൽകുന്നു, അതുകൊണ്ട് ഇത് എക്സിക്യൂട്ടീവ് പിരിച്ചു വിട്ടിട്ട് പോലും ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സ്ഥാനത്തും തുടരാൻ താല്പര്യമില്ല എന്ന് എല്ലാവരും വ്യക്തമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടത്. അല്ലാതെ അതിനകത്ത് ആന്തരിക വൈരുദ്ധ്യമുണ്ടായിരുന്നില്ല. ഒരു ഗൂഗിൾ മീറ്റ് നടത്തുകയുണ്ടായി, ആ ഗൂഗിൾ മീറ്റ് റെക്കോർഡ് ചെയ്യുകയുണ്ടായി, മിനിറ്റ്സ് എല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരൊറ്റ പ്രശ്നം മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്, ഒരേ ഒരു ഫോക്കസ് ഇത് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഡസ്ട്രിയെ തകർക്കരുത് എന്ന് മോഹൻലാൽ മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. ഒരു കാര്യം ഓർക്കുക, ഈ ആരോപണ വിധേയരായ എല്ലാവരുടെയും പിറകെ പോലീസുണ്ട്. പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു, തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു, മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ലാതെ അമ്മ എന്ന സംഘടനയെയും ചലച്ചിത്ര പ്രവർത്തകരെയും മൊത്തത്തിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരേ ഒരു ഫോക്കസ് ആക്കിക്കൊണ്ട് പോയാൽ ഈ മേഖല, ഈ ഇൻഡസ്ട്രി നിശ്ചലമാകും എന്നാണ് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ നിശ്ചലമായാൽ ഈ ഇൻഡസ്ട്രിയിൽ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള സേവനം നടത്തി ഇപ്പോൾ പെൻഷൻ കൊണ്ട് ജീവിക്കുന്നവർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയാവും. പലരും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് അമ്മ സംഘടനയാണ് സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചാൽ ഡെഡ് ബോഡി എടുക്കാൻ പോലും ഞങ്ങളുടെ സംഘടനയിൽ നിന്നാണ് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മോഹൻലാൽ സൂചിപ്പിക്കുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട വസ്തുനിഷ്ഠമായ ചോദ്യങ്ങൾ ഓരോന്നായി എണ്ണി കൃത്യമായി ചോദിക്കുന്ന രീതിയിലേക്ക് പോകാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിഞ്ഞില്ല. എല്ലാവരും ഒരേ സമയം പലതരം ചോദ്യങ്ങൾ ചോദിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മോഹൻലാൽ പോവുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഒരു അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ പോവുകയാണ് ഉണ്ടായത്. എന്തായാലും അമ്മ സംഘടന എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടു. ഇനിയിപ്പോൾ പുതിയ ആളുകൾ വരട്ടെ, ആർക്ക് വേണമെങ്കിലും അമ്മയുടെ തലപ്പത്തേക്ക് വരാം. പരിഷ്കരിക്കാൻ കഴിയുന്നവർക്ക് പരിഷ്കരിക്കാൻ കഴിയട്ടെ. തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് വയ്ക്കാം, ആർക്ക് വേണമെങ്കിലും വരാം. ഇനി തെരഞ്ഞെടുപ്പില്ലാതെ തന്നെ അതിൻ്റെ തലപ്പത്തേക്ക് വരാവുന്ന രീതിയിലുണ്ടെങ്കിൽ അതും ആലോചിക്കാമെന്ന് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അമ്മ
സംഘടനയെ സംബന്ധിച്ചും തനിക്ക് വ്യക്തിപരമായിട്ടും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് നല്ല ഒരു തീരുമാനമാണ്, സർക്കാരിൻ്റെ നല്ല തീരുമാനമാണ് എന്ന് മോഹൻലാൽ പറയുകയുണ്ടായി. അമ്മയ്ക്ക് നല്ല പ്രദർശനങ്ങളെല്ലാം തന്നത്, ഷോകളെല്ലാം തന്നത് മാധ്യമപ്രവർത്തകരാണ് എന്നും അതുകൊണ്ട് മാധ്യമപ്രവർത്തകർ അമ്മ സംഘടനയെ തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇപ്പോഴത്തെ നിയമ നടപടികൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകണമെന്നും സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും തെറ്റുകുറ്റങ്ങളൊക്കെ എവിടെയും ഉണ്ടായേക്കാം, അത് സംസാരിച്ചൊക്കെ തീർക്കേണ്ടതുണ്ട്. എന്തായാലും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ മാതൃകയിൽ ഇതര സംസ്ഥാനങ്ങളിലും കമ്മിറ്റി വരണമെന്ന് മോഹൻലാൽ സൂചിപ്പിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ളൊരു കമ്മിറ്റി വേണ്ടതല്ലേ എന്ന് ഇതര ഭാഷകളിലുള്ളവർ മോഹൻലാലിനോട് ചോദിക്കുകയും അത് വേണ്ടതാണ് എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തിരിക്കുന്നു. എന്ന് മാത്രമല്ല, സിനിമാ മേഖലയിൽ മാത്രമല്ല മറ്റ് എല്ലാ മേഖലകളിലും, മറ്റെല്ലാ തൊഴിൽ മേഖലകളിലും ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ പോലെയുള്ളൊരു കമ്മിറ്റി രൂപവൽക്കരിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്ന രീതിയിൽ വേണം എന്ന് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും സഹകരിക്കണമെന്നും ഇത് ഒരു പ്രതിസന്ധിയുടെ ഘട്ടമാണെന്നും ഈ പ്രതിസന്ധിയെ നാം മറികടക്കേണ്ടതുണ്ടെന്നും വയനാട് ദുരന്തത്തെ എങ്ങനെയാണോ നാം അതിജീവിച്ചത് ആ അതിജീവിച്ചതുപോലെ മലയാള സിനിമയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ നാം അതിജീവിക്കേണ്ടതുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും 47 വർഷം ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ തൊട്ട് പിറകെ വന്ന വലിയ ലൈംഗിക പീഡന ആരോപണങ്ങൾ വലിയ രീതിയിലുള്ള വാർത്തകളാവുകയും ഇനി അതിനെ പൊലിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിലേക്ക് വരെ ദേശീയ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ മലയാള സിനിമയിൽ വലിയ രീതിയിലുള്ള പാതകങ്ങൾ സ്ത്രീകൾക്കെതിരെ നടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇങ്ങനെ തുടർച്ചയായി വന്നാൽ ഇക്കാലം അത്രയും മലയാള സിനിമ അതിൻ്റെ കലാമൂല്യം കൊണ്ട്, പുരസ്കാരങ്ങൾ കൊണ്ട്, കാൻ ഫിലിം ഫെസ്റ്റിവലിലടക്കം നേടിയ നേട്ടങ്ങൾ കൊണ്ടുണ്ടാക്കിയ നേട്ടങ്ങളൊക്കെ അത് തകിടം മറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരരുത് എന്ന് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നു. പല ചോദ്യങ്ങൾക്കും മാധ്യമപ്രവർത്തകർ ചോദിച്ച പല ചോദ്യങ്ങൾക്കും മോഹൻലാൽ നൽകിയ ഉത്തരം എൻ്റെ കയ്യിൽ ഉത്തരങ്ങളില്ല എന്ന് ആവർത്തിച്ചായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ വരട്ടെ, ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഘട്ടത്തിൽ എല്ലാവരും നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് മോഹൻലാൽ ചോദിച്ചത് ഈ ഞാനും അതേപോലെ മറ്റ് താരങ്ങളും ഒക്കെ അഭിനയിച്ച സിനിമകളും ഷോകളും എല്ലാം കണ്ട് ചിരിക്കുകയും സൗഹാർദ്ദത്തോടുകൂടി സംസാരിക്കുകയും ചെയ്തിട്ടുള്ള നിങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ അന്യരായോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. ഒരു പ്രശ്നത്തിൽ നിന്നും ഞാൻ ഒളിച്ചോടുന്നില്ല, എല്ലാം അതിൻ്റെ വഴിക്ക് നിയമപരമായിട്ട് നടക്കട്ടെ എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയെ ശുദ്ധീകരിക്കുക എന്ന പ്രക്രിയയ്ക്ക് സഹകരിക്കാൻ തയ്യാറാണ്, അതിലൊരു സംശയവും വേണ്ട. അതിൽ മാധ്യമപ്രവർത്തകർ സഹകരിക്കുമോ എന്ന് തിരിച്ച് ചോദിക്കുകയും ചെയ്തു മോഹൻലാൽ. WCC, അമ്മ എന്നിങ്ങനെയുള്ള പദങ്ങളല്ല ഉപയോഗിക്കേണ്ടത്, ആ പദങ്ങൾ ഉപയോഗിക്കാതെ സിനിമയെ മൊത്തത്തിൽ നവീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വിഷ്ണു, ഇതിലുപരിയായിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു പറയാവുന്ന രീതിയിൽ മോഹൻലാൽ സൂചിപ്പിച്ചിട്ടുണ്ടോ? മനീഷ്, തീർച്ചയായിട്ടും ആ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കൃത്യമായി തന്നെ ആദ്യം മുതൽ തന്നെ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു. ഒരു നടൻ എന്നുള്ള നിലയിലും അല്ലെങ്കിൽ അമ്മയിൽ പ്രവർത്തിച്ച ഒരു പ്രസിഡന്റായി തുടർന്ന ആ ഒരു സാഹചര്യത്തിലും എല്ലാം അദ്ദേഹം കണക്ക് കൂട്ടിയ കാര്യങ്ങളെല്ലാം അദ്ദേഹം കൃത്യമായി പറഞ്ഞിരുന്നു. പക്ഷെ അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നത് ഈ കോൺക്ലേവുമായി സഹകരിക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചിരുന്നു. അപ്പൊ കോൺക്ലേവ് നല്ലതിനാണെങ്കിൽ മറ്റു മാധ്യമങ്ങൾ സഹകരിക്കുമോ, എങ്കിൽ ഞാനും സഹകരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത്തരത്തിലുള്ള ഒരു മറുപടിയായിരുന്നു അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയത്. മാധ്യമങ്ങൾ ഇന്നും തങ്ങളോട് സഹകരിച്ചവരാണെന്നും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായേക്കാം, എന്നാൽ എല്ലാ മേഖലയിലും ഇതുപോലെയുള്ള കമ്മിറ്റികൾ വരണ്ടേ എന്നടക്കം അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എല്ലാ മേഖലകളിലും വരണം, തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം, അതിനുള്ള നിയമമുള്ള സ്ഥലമാണ്, ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ദയവ് ചെയ്ത് സഹകരിക്കണമെന്നും ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല, തനിക്കതിൽ സങ്കടമുണ്ട്, ഈ മലയാള സിനിമാ മേഖല എങ്ങനെ തകർന്നു പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഇനി ഇതൊരു ശുദ്ധികലശമാണോ, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഇനി ഒരു വീണ്ടും ഒരു തിരിച്ചുവരവാണോ എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം പറയുന്നത് ആണോ തന്നെ കൂട്ടാം, അത് എല്ലാവരും കൂടി ഒന്നിച്ച് സഹകരിക്കണം, അത് വളർന്നു വരും, മലയാള സിനിമ അതുപോലെ തിരിച്ചു വരും, ആ ഒരു മേഖലയെ തകർക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞത്. മനീഷ്, ഇത് ഈ KCLന്റെ വേദിയിൽ, കേരള ക്രിക്കറ്റ് ലീഗിന്റെ വേദിയിൽ ഉദ്ഘാടനം ചടങ്ങ് കഴിഞ്ഞ് അതേ വേദിക്ക് സമീപത്ത് തന്നെയായിരുന്നോ ഈ പ്രതികരണം? തീർച്ചയായിട്ടും അതേ KCLന്റെ വേദിയിൽ അദ്ദേഹം ചടങ്ങിനായി എത്തിയിരുന്നു. അത് KCLന്റെ ആദ്യത്തെ
ഒരു ടൂർണമെന്റാണ്. KCLന്റെ പൂർണ്ണമായി കേരളത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ ടൂർണമെന്റാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർ കൂടിയായ അദ്ദേഹം അവിടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായി തന്നെയാണ് വന്നിരുന്നത്. അദ്ദേഹം വലിയ ഒരു ആവേശത്തോടെ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം മാധ്യമങ്ങൾക്ക് സമയം തരികയായിരുന്നു. അതിനുശേഷം അദ്ദേഹം അതേ വേദിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾക്കെല്ലാം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. പക്ഷെ പൂർണ്ണമായി അദ്ദേഹത്തിൽ നിന്ന് മറുപടി ലഭിച്ചില്ല എന്നുള്ള കാര്യം മാത്രമാണ് അതെ, അത് പൂർണ്ണമായിട്ട് മറുപടി ലഭിക്കാതിരുന്നതിന് ഒരു കാരണം ഒരു പക്ഷേ ആ വേദി, അതിലെ സ്റ്റേജ് അതിന് പിറകിലുള്ള ഡിസ്പ്ലേകളെല്ലാം ഉണ്ടായിരുന്നു. ഓഡിയൻസിന് ഇരിക്കാനുള്ളത് മറ്റൊരു ഭാഗത്തായിരുന്നു. അവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഇരിക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് മാധ്യമപ്രവർത്തകരും മോഹൻലാലും തമ്മിൽ വലിയ അകലമുണ്ടായിരുന്നു. ആ അകലം ഈ ചോദ്യങ്ങൾ ഓരോന്നോരോന്ന് കൃത്യമായി വലിയ ഉച്ചത്തിൽ ചോദിക്കുന്നതിൽ നിന്ന് തടസ്സമായി മാറിയത് ഒരു പ്രശ്നമായിരുന്നോ? അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പറയുന്നത് പോലെ തന്നെ ഈ പരിപാടിക്കായി, അതായത് മാധ്യമങ്ങൾക്ക് ഒരു അവസരം ഒരുക്കി സംഘാടകരും അതോടൊപ്പം തന്നെ ഈ ക്രിക്കറ്റ് പ്ലെയേഴ്സും അതോടൊപ്പം ഇവിടെ എത്തിയിരുന്ന അതിഥികളെല്ലാം ഇവിടെ നിന്ന് മാറിയിരുന്നു. അവരെ എല്ലാം മാറ്റിയ ശേഷം മാധ്യമങ്ങളും നടൻ മോഹൻലാലും മാത്രമായുള്ള ഒരു സാഹചര്യം കൂടെ ഒരുക്കിയിരുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ആ സമയം അദ്ദേഹം സ്റ്റേജിന് മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ അടുത്തു തന്നെയാണ് മാധ്യമപ്രവർത്തകർ നിന്നത്. അദ്ദേഹം നിന്ന ആ സ്റ്റേജിന് തൊട്ട് താഴെ തന്നെ ഒരു അല്പം ചേർന്ന് തന്നെ നിന്ന് അത് ചോദ്യങ്ങൾക്കെല്ലാം അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കുമായിരുന്നു. ശബ്ദത്തിനുള്ള ബുദ്ധിമുട്ടില്ല. പക്ഷേ ഒന്നിച്ച് ചോദ്യം ചോദിച്ച കുറെ ഘട്ടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ പലതവണ ശ്രമിച്ചിരുന്നു. അവസാന ഘട്ടത്തിൽ ചോദ്യങ്ങൾ കൂടുതൽ ഉയർന്നപ്പോഴും അദ്ദേഹത്തിന് മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം വേദി വിട്ട് ഇറങ്ങിപ്പോയത്. വിഷ്ണു കരുണാകരൻ, കൃത്യമായ ഉത്തരങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ മോഹൻലാലിനോട് ചോദിച്ചിട്ടും കൃത്യമായ ഉത്തരം കിട്ടാത്ത കൃത്യമായ ചോദ്യങ്ങൾ ഇവയായിരുന്നു എന്ന് എണ്ണി പറയാവുന്ന രീതിയിൽ എന്തെങ്കിലും വിഷ്ണുവിൻ്റെ മനസ്സിലുണ്ടോ? അതായത് മറ്റു മാധ്യമപ്രവർത്തകർ, മറ്റ് ചാനലുകൾ, നമ്മുടെ വിഷ്ണു അടക്കമുള്ള റിപ്പോർട്ടർമാർ കൃത്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകൻ മോഹൻലാലിനോട് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചിരുന്നോ? അങ്ങനെ എണ്ണി പറയാവുന്ന ചോദ്യങ്ങൾ, ഉത്തരം നിശ്ചയമായിട്ടും വേണ്ടിയിരുന്നു എന്നാൽ മോഹൻലാൽ പറഞ്ഞില്ല എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പ്രധാനമായും അത്തരത്തിലൊരു ചോദ്യമുള്ളത്, അതായത് ഈ ഒന്നിച്ച് തന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന സഹപ്രവർത്തകർ ഈ ഇതുപോലെ കുറ്റാരോപിതരായി വന്നിട്ടുണ്ട്. അവർക്ക് എതിരെ നടപടി എടുക്കേണ്ടതായിരുന്നില്ലേ? അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ നിന്ന് അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്ന് അവരെ മാറ്റി നിർത്തേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. നിയമവും കോടതിയും തീരുമാനിക്കട്ടെ, സർക്കാരുണ്ട്, പോലീസുണ്ട്, ഒരു നിയമവ്യവസ്ഥയുണ്ട്, അതിൽ താൻ പറയാൻ ആളല്ല, തനിക്ക് എല്ലാ കാര്യത്തിലും അതെ അല്ലെങ്കിൽ അല്ല എന്ന് ഉത്തരം തരാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തുടക്കത്തിലും പറഞ്ഞു. അത് ആ സമയം ആവർത്തിക്കുകയും ചെയ്തു. എന്നാൽ കൃത്യമായി നടപടി എടുക്കുമോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുമോ, അവരാരൊക്കെയാണോ നടക്കുമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം മറുപടി തരാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ബുദ്ധിപരമായി തന്നെയാണ് ആ വിഷയത്തെ കൈകാര്യം ചെയ്തതെന്ന് വേണം എടുത്തു പറയേണ്ടത്. മനീഷ്, അതെ, ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, എനിക്കതിനെ പറ്റി അറിയില്ല എന്നാണ്. ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല. ഈ മോഹൻലാലിൻ്റെ രണ്ട് രീതിയിലാണ് ഈ സംഭാഷണം വന്നിട്ടുള്ളത്. ഒന്ന്, പവർ ഗ്രൂപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്നാണ് പറഞ്ഞത്. ഒരു നിമിഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അടുത്ത വാക്ക് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് മോഹൻലാൽ പരോക്ഷമായിട്ട് സമ്മതിക്കുന്നത് പോലെ ആയിത്തീർന്നു. അത് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ചതിന് ശേഷമാണ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഹെഡ്ലൈനായിട്ട് ഇപ്പോൾ ഈ വാർത്തയെ മാറ്റുമ്പോൾ താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്ന് മോഹൻലാൽ, തനിക്ക് അതിനെപ്പറ്റി അറിയില്ല എന്ന് മോഹൻലാൽ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നിഷ്കളങ്കമായിട്ടുള്ള ഒന്നായിട്ട് തോന്നിയേക്കും. പക്ഷേ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല, പവർ ഗ്രൂപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ല എന്ന് പറയുമ്പോൾ മറ്റാരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ധ്വനി അതിൽ വന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. തൊട്ടുപിറകെ എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നു. എന്തായാലും കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ ലോഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കണ്ടത്. മാധ്യമങ്ങൾക്ക് പ്രത്യേകമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും സവിശേഷമായ ഒരു സമയവും സന്ദർഭവും അവിടെ ഒരുക്കിയിരുന്നു. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇതാദ്യമായിട്ടാണ് മോഹൻലാൽ പ്രതികരിച്ചിരിക്കുന്നത്. താൻ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആളല്ലെന്നും തനിക്കതിനെപ്പറ്റി അറിയില്ല എന്നും മോഹൻലാൽ പറഞ്ഞിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമാണ്, സിനിമാ മേഖലയിൽ നടന്നത് ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഹേമ കമ്മിറ്റിയിൽ പറയുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിലെ എല്ലാ വിഭാഗങ്ങളെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഉത്തരം പറയേണ്ടത് സിനിമാ മേഖല ഒന്നടങ്കമാണ്. സമൂഹത്തിൻ്റെ ചെറിയ ഭാഗമാണ് സിനിമയും. അതുകൊണ്ട് തന്നെ മറ്റിടത്തുള്ളത് സിനിമയിലും സംഭവിക്കുമെന്നാണ് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ എൻ്റെ പക്കൽ ഉത്തരങ്ങളില്ല എന്ന് പല ഘട്ടങ്ങളിലും മോഹൻലാൽ സൂചിപ്പിക്കുകയുണ്ടായി. ഹേമ കമ്മിറ്റിയിൽ അന്വേഷണം വേണമല്ലോ, കോടതിയിലുള്ള കാര്യമല്ലേ, അതിൽ അന്വേഷണം വേണ്ട എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? സിനിമാ മേഖലയിൽ ചിലതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട്. ഇനി സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നോക്കേണ്ടത്.
ഒരു ദിവസം കൊണ്ട് ഞങ്ങളെയെല്ലാം നിങ്ങൾ അന്യരായി കാണരുത് എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. ഈ മേഖലയിലെ ശുദ്ധീകരണത്തിന് സർക്കാരുമായിട്ട് എല്ലാ തരത്തിലും സഹകരിക്കും. WCC, അമ്മ ഒക്കെ വിടൂ, സിനിമയെപ്പറ്റി സംസാരിക്കൂ എന്നാണ് മോഹൻലാൽ പറഞ്ഞിരിക്കുന്നത്. എല്ലാ സംഘടനകളുമായി മാധ്യമങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. അമ്മയിലേക്ക് മാത്രം ക്യാമറയും മൈക്കും തിരിച്ചു വെക്കുന്നത് ഉചിതമാണോ? മുഖമില്ലാത്ത പല കാര്യങ്ങളും എവിടെ നിന്നോ കേട്ടിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നത് വലിയ വ്യവസായമാണ്. എല്ലാ കാര്യങ്ങളും അമ്മ അറിയണമെന്നില്ല എന്ന് മോഹൻലാൽ സൂചിപ്പിച്ചിരിക്കുന്നു. അമ്മ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ്, ഒരു ട്രേഡ് യൂണിയൻ അല്ല. അമ്മയ്ക്ക് ഒരുപാട് ഷോകൾ നൽകുന്നത് മാധ്യമങ്ങളാണ്. അമ്മയ്ക്ക് ചില തെറ്റുകുറ്റങ്ങൾ ഉണ്ടായേക്കാം. ഒരു സംഘടന മാത്രം പ്രതികരിക്കാൻ പറയുന്നത് ശരിയല്ല. സിനിമയിലെ എല്ലാവരും പ്രതികരിക്കണം. കേരളത്തിൽ നിന്നുള്ള എല്ലാ മേഖലയിലും പഠനങ്ങളും റിപ്പോർട്ടുകളും വരണം. മാധ്യമങ്ങളെല്ലാം സഹകരിച്ച് ഈ പ്രതിസന്ധിയിൽ നിന്ന് സിനിമാ വ്യവസായത്തെ സംരക്ഷിക്കണം. 47 വർഷം സിനിമയുമായി സഹകരിച്ച ഒരാളെന്ന രീതിയിലാണ് ഞാനിത് പറയുന്നത്. അമ്മയിൽ ആർക്കും ഏത് സ്ഥാനത്തേക്കും മത്സരിക്കാം. അവർക്ക് ഏത് രീതിയിലും മുന്നോട്ട് പോവാം. അവർക്ക് ഏത് രീതിയിലും പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാം. ചലച്ചിത്ര വ്യവസായത്തെ തകർക്കരുത്. ഹേമ കമ്മിറ്റിയിൽ ധാരാളം നല്ല നിർദ്ദേശങ്ങളുണ്ട് എന്നൊക്കെ മോഹൻലാൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നടന്മാർക്കെതിരെ നിരവധി പീഡനാരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അമ്മ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ ഒഴിഞ്ഞത്. അതിനുശേഷം ആദ്യമായിട്ടാണ് മോഹൻലാൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തത്. ഇനി നമ്മൾക്ക് മോഹൻലാലിൻ്റെ ഇന്നത്തെ ആ മാധ്യമങ്ങളുമായിട്ടുള്ള സംഭാഷണവും അതിൻ്റെ ആമുഖവും അതിനുശേഷമുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ആ ചോദ്യോത്തരവും ഒന്നുകൂടി കാണുകയും കേൾക്കുകയും ചെയ്യാം.